അമേരിക്കയിലെ ബാൾട്ടിമോർ സ്റ്റീൽ ബ്രിഡ്ജ് 32,000 ടൺ ഭാരവുമായി എത്തിയ കണ്ടെയ്നർ ഷിപ്പ് പിടിച്ച് പൂർണ്ണമായും തകർന്നു പോകുന്നു. ഒരുപാട് ആളുകളെ കാണാതാകുന്നു, മരണം വരെ സംഭവിക്കുന്നു. എന്നാൽ നിങ്ങൾ ഈ ഒരു ചിത്രം നോക്കൂ. ദ സിംസൺസ് എന്ന് പറയുന്ന ഭാവി പ്രവചിക്കാൻ ശേഷിയുള്ള, പലപ്പോഴും ഭാവി പ്രവചിച്ചിട്ടുള്ള കാർട്ടൂണിൽ നിന്നുള്ളൊരു ഭാഗമാണ്. ഇതിന് പുറകിലെ സത്യാവസ്ഥ എന്താണ്? എങ്ങനെയാണ് ഈ ഒരു കാർട്ടൂൺ ഭാവി പ്രവചിക്കുന്നത്? 2024 നടക്കുമെന്നിവർ പ്രവചിച്ചിട്ടുള്ള, ഇതിനോടകം തന്നെ നടന്നിട്ടുള്ള മറ്റു ചില പ്രവചനങ്ങൾ എന്തെല്ലാമാണ്? ഈ കാര്യങ്ങളിലേക്കൊക്കെ തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. ദ സിംസൺസ് എന്ന് പറയുന്ന ഭാവി പ്രവചിക്കാൻ ശേഷിയുള്ള അത്ഭുത കാർട്ടൂണിനെ കുറിച്ച് മുമ്പും പല വീഡിയോകളിലായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അവിടെ നടത്തിയിട്ടുള്ള പ്രവചനങ്ങളെക്കുറിച്ചും അത് യാഥാർത്ഥ്യമായതിനെക്കുറിച്ചും ഒക്കെ വിശദമായിട്ട് നമ്മൾ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഏതാനും കാലങ്ങൾക്ക് മുമ്പ് ടൈറ്റാൻ എന്ന് പറയുന്ന സബ്മറൈൻ മുങ്ങിപ്പോയ അവസരത്തിൽ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടൊക്കെ തന്നെയും വലിയ തോതിൽ സിംസൺസ് ചർച്ചകൾക്ക് വിധേയമായിട്ടുണ്ടായിരുന്നു. സിംസൺസിൽ ഇതുപോലെ തന്നെ ഒരു സബ്മറൈൻ കടലിനടിയിലേക്ക് പോകുന്നതും കുടുങ്ങിപ്പോകുന്നതുമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വലിയ തോതിൽ തന്നെ ഈ ഒരു സബ്മറൈൻ അപകടം സിംസൺസ് പ്രവചിച്ചിട്ടുണ്ടായിരുന്നു എന്ന തോതിൽ ആളുകൾ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു അവസരത്തിൽ നമ്മൾ അതിനെക്കുറിച്ചിട്ട് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം ഇപ്പോൾ വീണ്ടും സിംസൺസ് വലിയ തോതിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ബാൾട്ടിമോർ ബ്രിഡ്ജിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഈ ഒരു സിംസൺസ് എന്ന് പറയുന്ന കാർട്ടൂണിലേതെന്ന പേരിൽ ഒരു ഫോട്ടോയാണ് ഇപ്പോൾ വലിയ തോതിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ബാൾട്ടിമോർ അപകടത്തെയും സിംസൺസ് മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ടായിരുന്നു എന്നൊരു കാര്യമാണ് ഇതിലൂടെ പലരും വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ കൃത്യമായിട്ടുള്ള സത്യാവസ്ഥ എന്താണെന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് അവസാനം ചർച്ച ചെയ്യാം. എന്തൊക്കെ തന്നെയായാലും 2024 നടക്കാൻ സാധ്യതയുള്ളത് എന്ന പേരിൽ പിന്നെയും സിംസൺസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പല പ്രഡിക്ഷൻസും ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒന്നാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 2024 അമേരിക്കൻ പ്രസിഡന്റായിട്ട് വീണ്ടും ഡൊണാൾഡ് ട്രംപ് തന്നെ അധികാരത്തിലേറുമെന്ന് പറയുന്ന കാര്യമാണ്. 2015 സിംസൺസ് എന്ന് പറയുന്ന ഈ ഒരു കാർട്ടൂണിൻ്റെ ഒരു ഭാഗത്താണ് ഇത്തരത്തിൽ 2024 പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന പേരിലുള്ള ഒരു ചെറിയൊരു ബോർഡ് എഴുതി വെച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു കാര്യം യാഥാർത്ഥ്യമാകുമോ എന്ന കാര്യത്തെക്കുറിച്ച് അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 2022 നവംബർ മാസത്തിൽ ഈ ഒരു പ്രസിഡന്റ് ഇലക്ഷനിലേക്ക് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് തന്നെ രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു, അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. മുമ്പേ തന്നെ ഡൊണാൾഡ് ട്രംപ് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്നതിന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ, അയാൾ ഒരു ബിസിനസ്സുകാരൻ മാത്രമായിരിക്കുന്ന കാലത്ത് തന്നെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആകുമെന്നൊരു കാര്യം സിംസൺസ് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു കാര്യം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനാലൊക്കെ തന്നെ 2024 ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലേറുമോ, സിംസൺസ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നടക്കുമോ എന്നുള്ള വലിയ തോതിലുള്ള ആശ്ചര്യത്തോടെയും ആകാംക്ഷതയോടുകൂടെയൊക്കെ ആളുകൾ ഈ ഒരു വിഷയത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് സിംസൺസ് നടത്തിയിട്ടുള്ള ഒരു പ്രവചനം 2024 യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവചനം, അത് വിർച്വൽ റിയാലിറ്റി ഫുഡുമായി ബന്ധപ്പെട്ടതാണ്. 1998 അവരുടെ ഒരു എപ്പിസോഡിൽ ഒരു വിർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റും അതിനെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സ്ട്രോയൊക്കെ വെച്ചുകൊണ്ട് VR ഫുഡ് കഴിക്കുന്നതായിട്ടുള്ള ഒരു രംഗം ആ ഒരു കാർട്ടൂണിൻ്റെ ഒരു ഭാഗത്തുണ്ടായിരുന്നു. ഈ 1998 എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ VR ഹെഡ്സെറ്റുകളൊക്കെ പോസിബിൾ ആകുമോ എന്ന് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്തൊരു കാലഘട്ടമാണ്. അപ്പോഴാണ് ഈ ഒരു VR ഹെഡ്സെറ്റിലൂടെയുള്ള VR ഫുഡ് കഴിക്കുന്ന നിലയിലുള്ള ഒരു രംഗം ഈ ഒരു കാർട്ടൂണിനകത്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ കാലത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ VR ഹെഡ്സെറ്റുകളൊക്കെ തന്നെ ഇന്ന് വളരെ സുലഭമായിട്ട് മാറിയിട്ടുണ്ട്. അതിൽ തന്നെ ഇവർ കാണിച്ചിട്ടുണ്ടായിരുന്ന സിംസൺസ് എന്ന് പറയുന്ന കാർട്ടൂണിൻ്റെ ചില ഭാഗങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്ന അതുപോലെ തന്നെ VR ഹെഡ്സെറ്റുകൾ വെച്ച് ആളുകൾ തെരുവിലൂടെ ഇറങ്ങി നടക്കുന്നതൊക്കെ ആയിട്ടുള്ള പല വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിലൂടെ തീർച്ചയായിട്ടും നിങ്ങളും കണ്ടിട്ടുണ്ടാകും. അത് ആപ്പിളിൻ്റെ വിഷൻ പ്രോ എന്ന് പറയുന്ന അവരുടെ മിക്സഡ് റിയാലിറ്റി ഹെഡ്സെറ്റ് ഇറങ്ങിയതിന് ശേഷമാണ് അങ്ങനെ ഒരു കാര്യം വലിയ തോതിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും അതിനേക്കാളൊക്കെ ഒരുപടി മുകളിലാണ് ഈ ഒരു വിർച്വൽ റിയാലിറ്റി ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞ കാര്യം. എന്നാൽ ഇപ്പോൾ അതേ ഒരു കാര്യം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. എയറോ ബാങ്ക്വറ്റ്സ് RMX എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് വിർച്വൽ റിയാലിറ്റി ഫുഡുമായി ബന്ധപ്പെടുത്തിയുള്ള പല കാര്യങ്ങളുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഫുഡ് കഴിക്കുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളായിരിക്കും നമുക്ക് അവിടെ അനുഭവപ്പെടുക? എന്തുകൊണ്ടാണ് അതിനെ അവർ VR ഫുഡ് എന്ന് വിളിക്കുന്നത്? ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഭക്ഷണത്തെ പ്രധാനമായിട്ടും തിരിച്ചറിയുന്നത് അതിനെ കണ്ടിട്ടാണ്. അത് എന്ത് തരത്തിലുള്ള ഫുഡാണ്, എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കാഴ്ചകളിലൂടെ തന്നെയാണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നത്, തിരിച്ചറിയുന്നത്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ നമ്മുടെ മുഖത്ത് ഇത്തരം ഒരു VR
ഹെഡ്സെറ്റ് വെക്കുമ്പോൾ നമ്മുടെ മുന്നിലൊരു ഭക്ഷണം ഉണ്ടെങ്കിലും ഈ ഒരു VR ഹെഡ്സെറ്റ് നമ്മൾ അതിനെ കാണുന്ന കാഴ്ചയെ പൂർണ്ണമായിട്ടും മാറ്റിമറിക്കുന്നതായിരിക്കും. ഉദാഹരണത്തിന് ഒരു മുളകാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അതിനെ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു കേക്കായിട്ടൊക്കെ ചിലപ്പം തോന്നാം. ആ ഒരു രീതിയിലേക്ക് മാറ്റിമറിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ഭക്ഷണം നമ്മളെടുത്ത് കഴിക്കുമ്പോൾ അത്രയും കാലം നമ്മളുടെ ഉള്ളിലുണ്ടായിരുന്ന ഭക്ഷണവുമായി ബന്ധപ്പെട്ട ടേസ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാഴ്ചപ്പാടുകളെയും മാറ്റിമറിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഭക്ഷണം കഴിക്കുന്നത്. അതായത് മറ്റൊരു നിലക്ക് പറയുകയാണെങ്കിൽ ഒരു പുതിയ ഈറ്റിംഗ് എക്സ്പീരിയൻസ് തന്നെ, ഒരു ഭക്ഷണം കഴിക്കുന്ന എക്സ്പീരിയൻസ് തന്നെ ഇത്തരത്തിൽ ഈ ഒരു VR ഹെഡ്സെറ്റിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു VR ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കാര്യമൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും ഇതിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആകത്തുക നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സിംസൺസ് പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള അതേ ഒരു കാര്യം ഏറെക്കുറെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഇതിലൂടെ എന്ന് നമുക്ക് വളരെ നിഷ്പ്രയാസം പറയാൻ സാധിക്കുന്നുണ്ട്. മൂന്നാമതായിട്ടുള്ള സിംസൺസ് കാർട്ടൂൺസിൻ്റെ നമ്മുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത്, യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവചനം എന്ന് പറയുന്നത് AI ടേക്ക് ഓവറുമായി ബന്ധപ്പെട്ട, ജോബ് ലോസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 2012 സിംസൺസിൻ്റെ കാർട്ടൂണിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒരു പവർ പ്ലാന്റിൽ ജോലി ചെയ്യുന്ന ആളുകളെ മുഴുവനും പറഞ്ഞു വിടുന്നതായിട്ടും ആ ജോലികൾക്കൊക്കെ വേണ്ടിയിട്ട് റോബോട്ടുകളെ, AI റോബോട്ടുകളെ കൊണ്ടുവരുന്നതായിട്ടൊക്കെ ഉള്ളൊരു ഭാഗമുണ്ട്. അവിടെ തന്നെ അതിലൊരു ക്യാരക്ടർ പറയുന്ന പ്രശസ്തമായിട്ടുള്ള ഒരു വാക്കുണ്ട്, യു വിൽ ടീച്ച് ദം ആൻഡ് ദേ വിൽ റീപ്ലേസ് യു എന്ന് പറയുന്ന ഒരു ഡയലോഗാണത്. അതേ ഒരു കാര്യം യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ കൺമുന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് AIയുടെ രൂപത്തിൽ. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പല ജോലികളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഒരുപാടധികം ആളുകളുടെ ജോലികൾ അപഹരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് ജോലികൾ നഷ്ടമാകുന്നുണ്ട്. ഗൂഗിളും മൈക്രോസോഫ്റ്റും ഒക്കെ ഉൾപ്പെടെയുള്ള വലിയ വലിയ കമ്പനികളൊക്കെ തന്നെ ആയിരക്കണക്കിന് 10,000-കണക്കിന് എംപ്ലോയീസിനെയാണ് ഇപ്പോൾ AI ഉണ്ട് എന്നൊരു കാര്യം കൊണ്ട് തന്നെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെയൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ഇത്തരം പുതിയ പുതിയ AI ടൂളുകളെ കുറിച്ചൊക്കെ തന്നെയും പഠിച്ച് മനസ്സിലാക്കുക, നമ്മുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. എപ്പോഴും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയുന്ന ആളുകളാണ് ഇതൊന്നും അറിയാത്ത ആളുകളുടെ ജോലി അപഹരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാസ്റ്റർ ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു കോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായിട്ടും മലയാളത്തിൽ ഏതൊരാൾക്കും മനസ്സിലാവുന്ന നിലയിലാണ് വ്യത്യസ്ത തരത്തിലുള്ള AI ടൂളുകളെ കുറിച്ച്, ChatGPT, Midjourney, DALL-E അങ്ങനെ തുടങ്ങിയ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് AI ടൂളുകളെ കുറിച്ചൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി നമ്മൾ ആ ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പൂർണ്ണമായിട്ടും മലയാളത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള AI ടൂളുകളെ കുറിച്ച്, ChatGPT, Midjourneyയും കോപ്പൈലറ്റും ജെമിനിയും ഒക്കെ ഉൾപ്പെടുന്ന ഒരുപാട് ടൂളുകളെ കുറിച്ച്, അവ എങ്ങനെ നിങ്ങളുടെ ആവശ്യങ്ങൾക്കും നിങ്ങളുടെ ജോലികൾക്കും ഉപയോഗിക്കാം, അതിലൂടെ എങ്ങനെ പണം സമ്പാദിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സർട്ടിഫൈഡ് കോഴ്സാണ് നമ്മുടെ ഈ ഒരു AI മാസ്റ്റർ ക്ലാസ് എന്ന് പറയുന്നത്. അതും നിങ്ങൾക്ക് ലൈഫ് ടൈം നമ്മൾ ഈ ഒരു കോഴ്സിന് ആക്സസ് നൽകുന്നുണ്ട് എന്നതിനാൽ തന്നെ പുതിയ പുതിയ AI ടൂളുകളും അപ്ഡേറ്റുകളൊക്കെ വരുമ്പോൾ നമ്മൾ അതൊക്കെ തന്നെ ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ തന്നെ നിങ്ങൾക്ക് പഠിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു AIയുടെ മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ AI ലോകത്ത് നിങ്ങൾ ഒരിക്കലും പുറകിലാക്കപ്പെടുന്നതായിരിക്കില്ല. അപ്പോൾ 5,999 രൂപ വില വരുന്ന നമ്മുടെ ഈ ഒരു കോഴ്സ് നമ്മളിപ്പോൾ ഓഫറിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് വെറും 999 രൂപക്കാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഏതായാലും ഞാൻ താഴെ കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. AI ഒക്കെ കുറിച്ചൊക്കെ തീർച്ചയായും നമ്മൾ പഠിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് ഏതായാലും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ സിംസൺസുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ അവരുടെ മറ്റൊരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വലിയ തരത്തിൽ മനുഷ്യർക്ക് വെല്ലുവിളിയായിട്ട് മാറും, മനുഷ്യർക്ക് ഭീഷണിയാകും എന്ന് പറയുന്ന കാര്യമാണ്. അതും 1994 ഒരു എപ്പിസോഡിൽ തന്നെ റോബോട്ടുകൾ, മനുഷ്യർ ട്രെയിൻ ചെയ്തിട്ടുള്ള റോബോട്ടുകൾ മനുഷ്യർ പറയുന്നത് കേൾക്കാതെ മനുഷ്യർക്കെതിരായിട്ട് തിരിയുന്ന നിലയിലേക്കുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർ കാണിച്ചിട്ടുണ്ട്. അതും പൂർണ്ണമായിട്ടും ഇൻ്റലിജൻസ് ഉള്ള റോബോട്ടുകളാണ് ഇത്തരത്തിൽ മനുഷ്യർക്കെതിരെ അവിടെ തിരിഞ്ഞിട്ടുള്ളത്. ഇപ്പോഴത്തെ AI ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുമ്പോൾ നമുക്ക് അവിടെയൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത് AI മനുഷ്യരെ പൂർണ്ണമായിട്ടും തകർത്ത് കളയുന്ന നിലയിലേക്ക് അത്രത്തോളം ഭീകരമായിട്ട് മാറുമോ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്തൊക്കെ തന്നെയായാലും ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമോ എന്നുള്ളത് തീർച്ചയായും നമ്മൾ കണ്ടറിയേണ്ടത് തന്നെയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വലിയ തോതിൽ വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് നമ്മളിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നാലാമത്തെ സിംസൺസിൻ്റെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് വേൾഡ് വാർ 3യുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം ഇന്ന് ഉക്രൈൻ റഷ്യ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം നടക്കുന്നുണ്ട്. വലിയ തോതിൽ തന്നെ സംഘർഷമുഖരിതമായ നിലയ്ക്ക് തന്നെയാണ് നമ്മുടെ ലോകത്തുള്ള പല രാജ്യങ്ങളിലെയും അവസ്ഥകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കയാണെങ്കിലും റഷ്യയാണെങ്കിലും പലതരത്തിലുള്ള ഉരസലുകളിലൂടെ ഒക്കെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും വലിയൊരു യുദ്ധത്തിലേക്ക്, ആണവായുധങ്ങൾ പോലും ഉപയോഗിക്കുന്ന നിലയിലേക്ക്, മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങാവുന്ന നിലയിലൊക്കെ തന്നെയാണ് നമ്മുടെ ലോകം
ലോകത്തെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് വളരെ ലളിതമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഇത്തരത്തിലുള്ളൊരു മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് സിംസൺസ് അവരുടെ കാർട്ടൂണിലൂടെ പ്രവചനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യം ഇപ്പോൾ പ്രസക്തമാകാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് പല ഇൻ്റർനാഷണൽ അഫയേഴ്സും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ തന്നെയും പറയുന്നത് 2024 ഒരു പക്ഷേ ഈ വേൾഡ് വാറിന് തുടക്കം കുറിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറയുന്നതോട് കൂടിയിട്ടാണ്. ഇത്തരം ഒരു കാര്യം ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് തന്നെ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. അഞ്ചാമത്തെ ഒരു സിംസൺ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ചൊവ്വയിലെ മനുഷ്യവാസവുമായി ബന്ധപ്പെട്ടതാണ്, ചൊവ്വയിലെ കോളനൈസേഷനുമായി ബന്ധപ്പെട്ടതാണ്. 2015 ഒരു എപ്പിസോഡിലാണ് അവർ ചൊവ്വയിൽ മനുഷ്യർ കോളനി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ കാർട്ടൂണിലെ മെയിൻ ക്യാരക്ടറുകളൊക്കെ അപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ചൊവ്വയിലായിരുന്നു. ആ ഒരു സമയത്ത് അവരവിടെ വർഷം കാണിച്ചിട്ടുണ്ടായിരുന്നത് 2051. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചതിന് ശേഷമാണ് പിന്നീട് എലോൺ മസ്ക് രംഗത്ത് വന്നുകൊണ്ട് 2050 ആകുമ്പോഴേക്ക് 1 മില്യൺ ആളുകളെ തങ്ങൾ ചൊവ്വയിലേക്ക് എത്തിക്കും, ചൊവ്വയിൽ ഒരു കോളനി സ്ഥാപിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല വാദങ്ങളുമായിട്ട് പല അനൗൺസ്മെൻറ്റുകളുമായിട്ടൊക്കെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും വലിയ തോതിൽ ആളുകൾ ആശ്ചര്യത്തോടു കൂടെ ഉറ്റുനോക്കിയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ കൂടിയായിരുന്നു ഇത്. ആറാമത്തെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് കുട്ടികളുടെ ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു ഉപകരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. 1992 തന്നെ കുട്ടികൾ സംസാരിക്കുമ്പോൾ അവരുടെ ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ട്രാൻസ്ലേറ്റർ കണ്ടുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഈ കാർട്ടൂണിൽ അവർ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ളൊരു ട്രാൻസ്ലേറ്ററൊക്കെ തന്നെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ഈ ഒരു കാര്യം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. സൗണ്ട് ഡ്രീം എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത്തരത്തിൽ കുട്ടികളുടെ ഭാഷ മനസ്സിലാക്കിക്കൊണ്ട് അവർ എന്താണ് പറയുന്നത് എന്ന് മുതിർന്നവർക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഡിവൈസ് തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ കുട്ടികൾ കരയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ശബ്ദങ്ങളൊക്കെ കൃത്യമായിട്ട് പിടിച്ചെടുത്ത് മനസ്സിലാക്കിയിട്ട് അവർക്ക് വിശക്കുന്നുണ്ടോ, അവർ ടയേർഡായിട്ടാണുള്ളത്, അവർക്ക് ഉറക്കം വരുന്നുണ്ടോ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും ഈ ട്രാൻസ്ലേറ്റർ മുതിർന്നവർക്ക് മനസ്സിലാകുന്ന നിലയിൽ തന്നെ കാണിച്ചു നൽകുന്നതായിരിക്കും. തീർച്ചയായിട്ടും അത്ഭുതപ്പെടുത്തുന്ന നിലയിലുള്ള ഒരു കണ്ടെത്തൽ തന്നെയാണിത്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പേ ഈ ഒരു കാര്യത്തെയും സിംസൺ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതം തന്നെയാണ്. ഇതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്മാർട്ട് ഫോണുകളെക്കുറിച്ച്, സ്മാർട്ട് വാച്ചുകളെക്കുറിച്ച്, വീഡിയോ കോളിംഗ് സംവിധാനത്തെക്കുറിച്ചൊക്കെ തന്നെ ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിനും ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ തന്നെ വിശദമായിട്ട് തന്നെ സിംസൺസ് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏഴാമത്തെ ഒരു പ്രവചനം അത് ലോകത്തെ സാമ്പത്തിക തകർച്ചയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഒരു സാമ്പത്തിക തകർച്ച ഉണ്ടാകാം എന്നൊക്കെ പറയുന്ന നിലയിലുള്ള സാഹചര്യങ്ങളിലൂടെയാണ് ലോകത്തെ ആഗോള സാമ്പത്തിക നില കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റൊക്കെ ഓൾ ടൈം ഹൈയിലേക്കൊക്കെ കുതിച്ചുയർന്ന് ഉള്ളൊരവസ്ഥയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ പതിറ്റാണ്ടിലും വലിയ തോതിലുള്ള ഒരു കറക്ഷൻ ഉണ്ടാവും. മൊത്തത്തിൽ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഇടിഞ്ഞ് ആ ഒരു പരുവാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി വരാറുണ്ട്. അപ്പോൾ ഇത്തരം ഒരു കാര്യത്തെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ സിംസൺസ് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പലരും വിശദീകരിക്കുന്നത് ഈ ഒരു വർഷത്തിൽ ഇത്തരം ഒരു കാര്യം സംഭവിക്കാമെന്നുള്ള നിലക്കാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ഒക്കെ തന്നെയാണ് നമ്മളിന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ സംഭവിക്കോ ഇല്ലയോ എന്ന് തീർച്ചയായും നമ്മൾ കണ്ടറിയേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഏറ്റവും അവസാനമായിട്ട് എട്ടാമത്തെ സിംസൺസ് പ്രഡിക്ഷൻ അല്ലെങ്കിൽ വലിയ തോതിൽ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ബാൾട്ടിമോർ ബ്രിഡ്ജുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കുമ്പോൾ ഈ ഒരു ഫോട്ടോ വിശദമായിട്ട് പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയൊരു ചരക്ക് കപ്പലിടിച്ച് ഒരു സ്റ്റീൽ ബ്രിഡ്ജ് പൂർണ്ണമായിട്ടും തകർന്നു കിടക്കുന്ന നിലക്കാണ് ഈ ഒരു ചിത്രത്തെ ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് പലരും പല നിലക്കുള്ള അഭിപ്രായങ്ങളുമായിട്ട് രംഗത്തേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളതാണ്. അതിൽ തന്നെ സിംസൺസിൻ്റെ 35ാമത്തെ സീസണിലുള്ള ഒരു എപ്പിസോഡിലാണ് ഇങ്ങനൊരു കാര്യം അവിടെ കാണിച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ചർച്ചകൾ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്നത്. പക്ഷേ കൃത്യമായിട്ട് ഇതിൻ്റെ ഉറവിടം അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇത്തരമൊരു ഭാഗം സിംസൺസിൽ ഉണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചിറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനൊരു കാര്യം സിംസൺസ് പ്രെഡിക്റ്റ് ചെയ്തിട്ടില്ല എന്ന കാര്യത്തിലേക്കാണ്. അതെ, ഇവിടെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെയാണ് ഇങ്ങനെ ഒരു ഫോട്ടോ ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഭീകരതയെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഏറെക്കൊരു ധാരണ വീണ്ടും ലഭിച്ചിട്ടുണ്ടാവും. റിയൽ ഏതാണ് ഫേക്ക് ഏതാണ് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിലേക്കുള്ള പല കാര്യങ്ങളുമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും വലിയ തോതിൽ ഇത് സത്യമാണ് എന്ന് കരുതി സിംസൺസ് ഈ ഒരു കാര്യവും പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കരുതി ഇന്നും ഈ ഒരു ഫോട്ടോയും മറ്റൊക്കെ ആളുകൾ വലിയ തോതിൽ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഏറ്റവും അവസാനം ഒരു കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് സിംസൺസ് എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ ഇത്തരത്തിൽ ഭാവി പ്രവചിക്കാൻ സാധിക്കുന്നത്? മുമ്പും പല വീഡിയോകളായിട്ട് നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പലപ്പോഴും പല ആളുകളും വിശദീകരിച്ചിരുന്നത് ഇതിന് പുറകിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള പല സ്റ്റഡികളും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മാത്തമെറ്റീഷ്യൻസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രൊബബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ
റീസെൻ്റ്ലി നമ്മൾ നോക്കുമ്പോൾ അഭിപ്രായങ്ങളൊക്കെ വീണ്ടും വീണ്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിന് പുറകിൽ യാതൊരു വിധത്തിലുള്ള സയൻറ്റിഫിക് അടിസ്ഥാനങ്ങളുമില്ല. സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, സോഷ്യൽ ട്രെൻഡ്, അതുപോലെ തന്നെ ആളുകൾക്ക് ഭയമുള്ള കാര്യങ്ങൾ, ഇങ്ങനെയെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് സിംസൺസ് എന്ന് പറയുന്ന ഈ ഒരു കാർട്ടൂൺ അവർ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്, സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ എല്ലാത്തിനെയും ഒരു സർക്കാസ്റ്റിക് അപ്രോച്ചോടുകൂടെ ഫണ്ണി ആയിട്ടുള്ള കോമഡി ആയിട്ടുള്ള നിലയിലൊക്കെ തന്നെയാണ് അവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർത്തും കോയിൻസിഡൻസിലാണ് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും പിൽക്കാലത്ത് യാഥാർത്ഥ്യമാകുന്ന നിലയിലാണ് പല ആളുകളും സിംസൺസ് പ്രഡിക്ഷൻസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വർഷങ്ങളായിട്ട് ഈ ഒരു കാർട്ടൂൺ അതിൻ്റെ സംരക്ഷണം തുടരുന്നുണ്ട്. വ്യത്യസ്തമായ ഒരുപാടധികം കാര്യങ്ങളെക്കുറിച്ച് ഈ കാർട്ടൂണിലൂടെ അവർ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങാനും ഭാവിയിൽ ഏതെങ്കിലും ഒരു കാര്യം യാഥാർത്ഥ്യമാകുമ്പോൾ ഈ ഒരു കാർട്ടൂണിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെ സിംസൺസിൻ്റെ പ്രഡിക്ഷൻ യാഥാർത്ഥ്യമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ തന്നെ രംഗത്തേക്ക് വരാറുണ്ട്. അതിനെ മാക്സിമം അവർ പ്രൊമോട്ട് ചെയ്യാറുണ്ട്, സമൂഹ മാധ്യമങ്ങളിലൂടെ ഒക്കെ പ്രചരിപ്പിക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു കാർട്ടൂണിന് പിന്നെയും അത് വലിയ രീതിയിൽ തന്നെ റീച്ച് നേടിക്കൊടുക്കുന്ന നിലയിലേക്ക്, സിംസൺസിൻ്റെ പ്രഡിക്ഷനുകളെക്കുറിച്ച് ആളുകൾ അത്ഭുതത്തോടുകൂടെ തന്നെ ചർച്ച ചെയ്യുന്ന നിലയിലേക്കൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തീർച്ചയായും അവരെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു കാർട്ടൂണിന് പിന്നിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് വിശദമായിട്ട് നമുക്ക് നോക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴും സിംസൺസിനെ ചർച്ചകൾക്ക് എടുക്കാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം അവർ നടത്തിയിട്ടുണ്ടായിരുന്ന പല പ്രവചനങ്ങളും യാഥാർത്ഥ്യമായിട്ടുണ്ട് എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ സിംസൺസിൻ്റെ പ്രഡിക്ഷൻ ഏതാണ്? അതുപോലെ തന്നെ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ പ്രവചനം ഏതാണ്? അതിനെക്കുറിച്ചൊക്കെ തന്നെയും തീർച്ചയായും താങ്കൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായി കണ്ടുവിട്ടാണ് പ്രതീക്ഷയോടെ. ബൈ.